Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കഥ ഇന്ന് ഇത്ര നേരം ആഷിക് അത് ഞാൻ സ്റ്റൈൽ പിടിക്കുന്നു. അപ്പോൾ കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ടീമാണ് എൻ്റെ ഒപ്പം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിഖില, ഈ കഥ ഇന്ന് വരെ എന്നുള്ള കഥ കേൾക്കുമ്പോൾ എന്തായിരുന്നു ആദ്യം ഹോണ്ട് ചെയ്തൊരു കാര്യം? എന്താണ് ആ ക്യാരക്ടർ ചെയ്യാൻ തോന്നിയ പ്രേരിപ്പിച്ചൊരു കാര്യം? ഞാൻ അങ്ങനെ അധികം ലവ് സ്റ്റോറീസ് ഭയങ്കര അതായത് പ്രോപ്പർ ലവ് സ്റ്റോറീസ് ചെയ്തിട്ടില്ല. എനിക്കൊരു ലവ് സ്റ്റോറി വന്നപ്പം പിന്നെ ഇവരൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്തേലും പാളിയാലും പറയുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്താണ് പുതുമ കണ്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ ആഗ്രഹമില്ല? വേറെ ആരും ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ലവ് സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രണയിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കണ്ണും കണ്ണും നോക്കുക, അങ്ങനെ കണ്ടിച്ചിരിക്കുക, അങ്ങനത്തെ സാധനം ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറയുമ്പോൾ ചിരി വരും സാധാരണ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാൻ. അല്ല, അത്തരം പ്രണയങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താ ശരിക്കും? എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പറ്റില്ല എന്നേ, എനിക്ക് അതിനുള്ള കഴിവില്ല. സോ എന്താണ് ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ? അതെ, ഒരു ലവ് സ്റ്റോറിയാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉമ എന്നാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ലവ് ഇൻട്രസ്റ്റ് ക്യാരക്ടറാണ്. അപ്പം ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ പ്രണയിക്കുന്നത് ഒരു സിനിമയിൽ. ഇങ്ങനെ നോക്കുക, ലവ് സോങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രോപ്പർ പ്രണയം പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അതൊരു പാട്ടേ ഉള്ളൂ. പാട്ട് കൊന്ന് വിട്ട് അങ്ങനെയാണ്. അല്ലാതെ സീനുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയം ഡെവലപ്പ് ആവുന്നതോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. മീൻസ് സിനിമകൾ, പ്രണയമുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ പറയാതെ പോകുന്ന പ്രണയമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്രണയമായിരിക്കും, അങ്ങനത്തെയൊക്കെ. അല്ലാതെ ഈ കോളേജ് പ്രേമം പോലത്തെ സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു പുതിയ നിഖിലയെ നമുക്ക് കാണാമെന്ന് പറയാം. അതെ അതെ. ഫൈൻ. അപ്പോൾ ആരാണ് ഇതിൽ കാമുകൻ? നിഖിലയുടെ കാമുകൻ എല്ലാവരും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്. കോഴിപ്പരിപാടിക്കാണ് പ്രണയത്തെ ഇങ്ങനെ പൂങ്കാവനം പറഞ്ഞു പറഞ്ഞത്. ചെറിയൊരു കോഴി. ഒരാൾക്ക് പോകുന്നതിൽ കൂടുതൽ പ്രണയമാവാലോ. ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇല്ലില്ല, അയ്യോ, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞാൻ പറയില്ല. സിൻസിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കേ. നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ? പേടിയുണ്ടല്ലേ? നല്ല എന്റെ കല്യാണം അതാണ് ഒന്നുകൂടെ പേടി. ഗേൾ ഫ്രണ്ടോ? അങ്ങനെയല്ല. ഞാൻ അക്കിം ബ്രോ, എന്താണ് അഭിപ്രായം ആ പറഞ്ഞതിനോട്? ഒന്നിലധികം ഒരാൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ? അല്ല, എന്നാലും നമ്മൾ കമ്മിറ്റഡ് ആകുമ്പോൾ ആ കമ്മിറ്റ്മെന്റ് ഇല്ലേ നമുക്ക്? ഇപ്പൊ ആ പാർട്ണർക്ക് കുഴപ്പമില്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ റിലേഷൻഷിപ്പിലുള്ള എത്ര ആൾക്കാരുണ്ട് കേട്ടിട്ടില്ലേ? ഓപ്പൺ റിലേഷൻഷിപ്പ്. ശരി. അല്ലെ, അത് സമ്മതമുള്ള കേസിലാണ് കമ്മിറ്റഡ് എന്ന് പറയണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നും അല്ല. ആ സമ്മതമുള്ള കേസിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. നമ്മള് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥകൾ പറയുമ്പോഴാണല്ലോ സിനിമയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, അത് കാണാൻ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ പല പല ആംഗിളിൽ ഉണ്ടാവും. അതെന്താ എനിക്കും അനുസരിക്കും പ്രേമിച്ചോളെ? ആരാണ് പേർന്ന് വയ്ക്കുന്നത്? ഞങ്ങൾക്ക് എന്താ പേരായിക്കൂടെ? പ്രോഗ്രസീവ് തിങ്കിങ്. ഇതിഹാസ പോലത്തെ കഥ സിനിമ ചെയ്ത ആള് പറയുമ്പോ ഞാൻ അംഗീകരിക്കും. അപ്പൊ ശരിക്കും ഇതിൽ അങ്ങനെയാണോ? അങ്ങനെ ചെയ്ത അവാർഡ് കിട്ടിയത്. അങ്ങനെ ചെയ്ത അവാർഡ് കിട്ടുമെന്നോ? കിട്ടിയേനെന്ന് പുരോഗമനം പറഞ്ഞ അവാർഡ് കിട്ടും. സാറിന്റെ അഭിപ്രായം എന്താ ശരിക്കും? അങ്ങനെ ഈ പുരോഗമന പരിപാടി അത് വേറെ തരം പുരോഗമനം. ശരിക്കും അങ്ങനെ ഉണ്ടോ? അതാണോ സെപ്റ്റംബർ 20? അപ്പൊ എന്താണ് അനുശ്രീയും നിഖിലയും തമ്മിലുള്ള പ്രണയമാണോ കഥ എന്നൊക്കെ അറിയാം. സെപ്റ്റംബർ 20 സിനിമ കാണണം.